മാണി സി കാപ്പൻ പാലായിലെ UDF സ്ഥാനാർത്ഥി, അദ്ദേഹം എന്താണ് പറയുന്നത്? നേരത്തെ ജോർജുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു 4000 വോട്ട് പിടിച്ചേക്കാം. അതായിരിക്കും. എനിക്ക് കഴിഞ്ഞോണം ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റിൻ്റെ കുറേ വോട്ട് കിട്ടിയിരുന്നു. ആ കിട്ടിയ വോട്ടുകൾ എല്ലാം കൂടെ തള്ളിയാലും ഒരു 8 വോട്ട് അങ്ങനെ പോയും, 4 വോട്ട് ഇങ്ങനെ 12 വോട്ട് പോകും. എന്നാലും 69 12 പോയാൽ 57,000 വോട്ടില്ലേ. അല്ല, അങ്ങനെയല്ല പറഞ്ഞു. നമ്മൾ ഈ ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്കെടുപ്പിൽ ഓരോ പഞ്ചായത്തിൽ നിന്നോട്ടുള്ള റിപ്പോർട്ട് വെച്ചാൽ കണക്ക് വളരെ കൃത്യമാണ്. മാണി സി കാപ്പനെ സംബന്ധിച്ച് കണക്ക് വിട്ട് കളിയൊന്നുമില്ല. ഇന്നലെയും ഷിനോ ജസ്റ്റിയോട് മാണി സി കാപ്പൻ കണക്ക് പറഞ്ഞിരുന്നു. ഇന്നും അതാ ആ കണക്ക് പറയാണ് മാണി സി കാപ്പൻ. വി മുരളീധരൻ കഴക്കൂട്ടത്ത് താമര വിരിയിക്കുമോ? അതെ, എന്താ ഒരു പ്രതീക്ഷ? കാണാൻ നമുക്ക് എന്നുള്ളതാണ്. മുരളിയേട്ടൻ പ്രതീക്ഷയൊന്നും പറയുന്നില്ല. കഴക്കൂട്ടം ഇത്തവണ അത്രയും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 5 മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കഴക്കൂട്ടമുണ്ട്. കഴക്കൂട്ടത്തിന്റെ വിധി അറിയാൻ നമ്മൾ ഉച്ചവരെ കാത്തിരിക്കണം. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തവണ ഫലപ്രഖ്യാപനം സാധാരണയിൽ കവിഞ്ഞ് കുറച്ചുകൂടി വൈകാൻ സാധ്യതയുണ്ട്. 5 മണിയോടുകൂടിയ ഡിക്ലറേഷൻ ഉണ്ടാവൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു.